പറയണ്ടേ? ഒരിക്കലും ഞാൻ പൈസ മോഹിച്ചിട്ടല്ല ഇതിലേക്ക് ഈ ഫീലിങ്സേ ഇല്ലാത്ത ഒരാളാ ഞാൻ. Okay. What is the weirdest thing that you have googled till now? സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. അല്ല ഇപ്പൊ നിന്റെ ഫോൺ എടുത്ത് ഗൂഗിൾ. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, അന്നയുടെ ഉള്ളിൽ നിങ്ങളോ ആരും അറിയാത്ത. അല്ല പറയില്ല, നിന്നോട് ഒന്നും പറയില്ല, വീഡിയോ വെക്കില്ല, അടി കൊടുക്കും, നല്ല മനസ്സിലും കിട്ടൂലോ. ഇരുട്ടത്തടി ഇവളങ്ങനെ ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എക്സാം എടുക്കാൻ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നലെ ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറഞ്ഞൊരു ചലഞ്ചിങ് ഗെയിം ചെയ്തായിരുന്നു. അപ്പോൾ ഇനി എന്നെ കുറിച്ച് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഇവർക്ക് കുറെ ആക്രാന്തം. അപ്പൊ ഇവർ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അവര് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ ആൻസർ പറയും. നമ്മുടെ സെലിബ്രിറ്റി ആണ് ഞങ്ങളുടെ സെലിബ്രിറ്റി. അതെ, സെലിബ്രിറ്റിയുടെ കാര്യം പറയുന്നത് ഞാൻ ചോദിക്കുന്നതാണ്. നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആപ്പ് ഏതാണ്? പോലെ പറയണ്ടേ? ഫ്ലിപ്കാർട്ട് ആണോ? നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പറഞ്ഞാൽ മതി. നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് ഇന്നലെ അവരോട് ചോദിച്ചാ. ഫുഡ് എനിക്ക് ബിരിയാണി, ഐസ്ക്രീം. നിനക്ക് ഭാവിയിൽ എങ്ങോട്ട് പോകാനാണ് ആഗ്രഹം? ഏത് കൺട്രിയിലോട്ട് പോകാനാണ് ആഗ്രഹം? അത് ദൈവം വിധിച്ചേക്കുന്ന അനുസരിച്ച് അങ്ങ് പോവും. ഞാൻ തുടങ്ങുകയാണ്. അപ്പം യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു? നിങ്ങളുടെ കൂടെയുള്ള വെകിളിത്തരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. അത് മാത്രമല്ല, മൊത്തം വെകിളിത്തരം. ഒരിക്കലും ഞാൻ പൈസ മോഹിച്ചിട്ടല്ല ഇതിലേക്ക്. റീസൺ മാത്രമേ ഉള്ളൂ. ആ പൈസ മോഹിച്ചിട്ടല്ല. ഞാൻ നോക്കുമ്പോ എല്ലായിടത്തും ഞാൻ തന്നെ ഉണ്ട്. അന്നപ്പോ യൂട്യൂബായിട്ട് കുറക്കണ എന്തിനാന്ന് ചോദിച്ചാൽ അതിലേക്ക് ഇറങ്ങി. അടുത്ത ദിവസം ഞാൻ വായിച്ചോക്കട്ടെ. സെലിബ്രിറ്റി ആയിട്ടുള്ള ക്രഷിന്റെ പേര് പറയും. സെലിബ്രിറ്റി ക്രഷിന്റെ പേര് പറയാം. എനിക്ക് ആരോടും ഒരു ക്രഷും ഇല്ല. എനിക്ക് ഫീലിങ്സ്, അവളോട് എല്ലാവർക്കും ക്രഷ്. ഈ ഫീലിങ്സേ ഇല്ലാത്ത ഒരാളാ ഞാൻ. ഓക്കെ, താങ്കളുടെ പാഷൻ എന്താണ്? പാഷനാ? എനിക്കൊരു പാഷനും ഇല്ല. പാഷൻ എന്നാ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പാഷനൊന്നും ഇല്ല. പ്രൊഫഷനോ? പ്രൊഫഷൻ നഴ്സിംഗ് അല്ലേ? ഞാൻ 3 മാസം കഴിഞ്ഞ ഞാൻ നേഴ്സാ. അവിടെ ചോദിക്കട്ടെ, കഴിഞ്ഞില്ലേ? എല്ലാവരും കൂട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ വേണ്ടിടാ. ഓക്കെ എന്നാ, വാട്ട് ഈസ് ദ വിയർഡസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ഗൂഗിൾഡ് ടിൽ നൗ? ഏറ്റവും വിയർഡസ്റ്റ് ആയിട്ടുള്ള തിങ്. ഇംഗ്ലീഷ് സെർച്ച് ഞാൻ ഗൂഗിൾ യൂസ് ചെയ്യാറില്ല. ഉണ്ട്. ഇല്ല. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. അല്ല ഇപ്പൊ നിന്റെ ഫോൺ എടുത്ത് ഗൂഗിൾ. അതിലെല്ലാം വീഡിയോ എടുക്കണം. എന്നോട് സേവ് പറയാം. നിങ്ങളൊക്കെ സേവ് ചെയ്തിരിക്കും പിള്ളേരല്ലേ? നോക്കിയിട്ടില്ല. അല്ല ഏതേലും നോക്കാതല്ല. നീ നോക്കിയിട്ടുണ്ട്? ഉണ്ട്, എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. ഒന്നും നീ നോക്കാറില്ല? ഇല്ല. എന്തിനാ നോക്കുന്നത്? നോക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചിന്തിക്കണം. കന്നഡ ഫോണിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കണം. സത്യം പറയാൻ തയ്യാറല്ല. ഞാൻ ഗൂഗിൾ ഞാൻ നോക്കാൻ എടുക്കുന്നത് എന്തെങ്കിലും നമ്മൾ പഠിക്കും വല്ല മീനിങ് നോക്കാൻ നേരത്ത്. പിന്നെ അല്ലെങ്കിൽ ഹാഷ് ടാഗ്സ് നോക്കാനായിട്ട് എടുക്കും. അല്ലാണ്ട് എന്തിനാ എടുക്കുന്നത്? ഒരാവശ്യമില്ലല്ലേ ഗൂഗിൾ കൊണ്ട്? ഒന്നുമില്ല. വിട്ടേക്കാം. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, അന്നയുടെ ഉള്ളിൽ നിങ്ങളോ ആരും അറിയാത്ത. നീ പോയി നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇതിനെന്താ അതിന് നീ പറഞ്ഞ ആൻസർ? അതല്ല ക്വസ്റ്റ്യൻ.
ഓക്കെ, ഇനി അടുത്തത് നോർമൽ ആയിട്ടുള്ള ഇഫ് നോട്ട് എ നേഴ്സ് നീ ഏതൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യാറുണ്ട്? മോഡലിംഗ് ഇഷ്ട. മോഡൽ പാഷൻ ആയിട്ട് അത് പറഞ്ഞോടേടി. അല്ല പറയില്ല, നിന്നോട് ഞാൻ ഒന്നും പറയില്ല. ആ മോഡലിംഗ് ഇഷ്ട. മോഡലുകാരെ വിളിക്കൂടെ? ഓക്കെ, വിളിക്കും. പേര് കേട്ട വലിയ മോഡൽ ഇവളുടെ നമ്പർ കൊടുക്കാം. എനിക്ക് ഇതൊന്നും താല്പര്യമില്ല. ഇവളാണ് മോഡലിംഗ് ആണ്. എന്റെ അസിസ്റ്റന്റ് ആയത് ഇവളുടെ നമ്പർ. അന്ന ഈസ് ഫേമസ് മോഡലിംഗ്. കേരള മോഡലിൽ ട്രഡീഷണൽ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് ഗൈസ്. ഗൈസ് എനിക്ക് നല്ല കഴിവുണ്ട്. അപ്പൊ നിങ്ങൾ കാണുന്നവർ ആരെങ്കിലും മോഡലിംഗ് കമ്പനീസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു കോൺടാക്ട് അന്ന മിഷു ഫ്രം മൂവാറ്റുപുഴ. എറണാകുളം, കേരള. ഓക്കെ, നീ ഒരു ദിവസം ഇൻവിസിബിൾ ആവുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അന്ന് ചെയ്യാം? 3 things. You have to point out 3 things. ശത്രുക്കളൊക്കെ പോയി 2 അടി കൊടുക്കും. വെടി വെക്കില്ല, അടി കൊടുക്കും, നല്ല അടി കൊടുക്കും. ചുമ്മാ ഒരു രസത്തിന് നമുക്കൊരു മനസ്സിലും കിട്ടൂലോ. ഇരുട്ടത്തടി പരിപാടി. ഇരുട്ടത്തടി എന്തിനാ? എന്നെ ഓൾറെഡി കാണൂലല്ലോ. ശരി. പിന്നെ പിന്നെ 3 വേണല്ലേ? ഞാൻ 3 നെക്സ്റ്റ് പിന്നെ എന്തുവാ ഇത് വല്ലാത്തൊരു ചോദ്യം. ഉറങ്ങി എണീക്കട്ടെ. പറട്ടോ. വല്ലാത്തൊരു ചോദ്യം. എവിടെ നേരം കട്ട് തിന്നുവോ? ഇവളങ്ങനെ ചെയ്യും. ബേക്കറി ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഒരു പിശാചുണ്ടെന്ന് കണ്ടോ പുറത്തു വരുന്നത്. അപ്പൊ വീടായിട്ടുള്ള എന്തെങ്കിലും ചോദിക്കാം. ബേക്കറി കടയിൽ കയറിയിട്ട് ഐസ്ക്രീമും കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് തിന്നും. പിന്നെ എന്തുവാ നീ എന്നെ കൂടെ ചോദിക്കാം. നല്ല എന്നെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളല്ലോ, അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എക്സാമിന് മുമ്പ്. അപ്പൊ അതിട്ട് ഒന്ന് പോയി നൈസായിട്ട് ഒന്ന് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതും എടുക്കും. അപ്പൊ നമ്മളത് ഇവിടെ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മോഡൽ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഒരു പണിയില്ലാത്തോണ്ട് നിങ്ങൾ കാണുന്നതെന്ന് പറയാം. സോ നിങ്ങൾക്ക് വേഗം നല്ല ഇതിൽ പണി കിട്ടട്ടെ. ഒരു പണിയില്ലാത്തോണ്ട് കാണാം. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ കോട്ട കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു. ബൈ ദ ബൈ. ഞങ്ങൾ 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ തിരിച്ചു വരും. അതുവരെ നെക്സ്റ്റ് വീഡിയോ ചെലവില് അല്ല നിങ്ങളുടെ ചെലവ് അന്നേരം കഴിയുമ്പോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ശുഭദിനം. ഓക്കെ.